റിസ്ക് പിടിച്ചൊരു ഫീൽഡാണ് ആക്ടിങ്. ഭയങ്കര പ്രത്യേകിച്ച് ഫീമെയിൽ ആയിട്ട് വരുന്നവർക്ക്. ഇതുവരെ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഈ തുടക്കമായിട്ടായിരിക്കും. ഇപ്പൊ ഞാൻ 6 മൂവി ആയിട്ടുള്ളൂ. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു ഡെബ്യൂക്ക് വേണ്ടിട്ടൊരു അടിപൊളി സ്റ്റാർട്ടിങ് ആയിരുന്നു. അതെ, ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു മൂവിയായിരുന്നു. ചേട്ടന് എന്നുവെച്ചാ ഭയങ്കര കോമഡി അങ്ങനെ സെറ്റിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചേട്ടനെ കാണുന്നത്. അപ്പം പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഫാമിലി ആകുമ്പോൾ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും വരും. ഇപ്പം സാധാരണ വർഷങ്ങളായിട്ട് പുറത്ത് ജോലി ചെയ്യുന്ന ഇപ്പം ഒരു ഫാദർ ആണെങ്കിൽ കുട്ടികളുമായിട്ട് സാധാരണയായിട്ട് ഭയങ്കര അടുപ്പം അങ്ങനെ കുറവായിരിക്കുമല്ലോ. പിന്നെ ഇതെങ്ങനെ ഭയങ്കര ട്രഡീഷണൽ ടൈപ്പ് ഇഷ്ടം. അപ്പൊ ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ട് ഒരു മോഡേൺ ക്യാരക്ടർ വന്നാലും ഫുൾ ഓഫ് ഫെയിം പാടായിരിക്കും. എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടം നാടൻ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇഷ്ടം. പാവാട ഉടുപ്പ്, സാരീസ് അതൊക്കെ ഇഷ്ടം. ഹായ്, ഹലോ എവരിവൺ, വെൽക്കം ടു മാപ്സ് ടെക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമയിലൂടെ ഒരു നല്ലൊരു വേഷത്തിൽ എത്തുന്ന നീതു ശിവയാണ്. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിരിക്കും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് നീതു ആരാണ്, എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? എൻ്റെ പേര് നീതു ശിവ. ഇതിന്റെ 4ാമത്തെ ചിത്രമാണ്. ഫസ്റ്റ് റിലീസ് ആവുന്ന പടം പാപ്പച്ചനൊളിവിലാണ്. സൈജു കുറുപ്പൊക്കെ അഭിനയിച്ച പാപ്പച്ചനൊളിവിലാണ്. പിന്നെ ഇടി മഴക്കാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ചെയ്തു. പിന്നെ ഈ മൂവി റിലീസ് ആവാതിരിക്കുന്നു. പിന്നെ വേറെ 2-3 മൂവീസ് കൂടെ റിലീസ് ആവാതിരിക്കുന്നു. ഒന്ന് ഹാല്, ഷെയ്നിക അഭിനയിച്ച ഹാല്, പിന്നെ ശുക്രൻ. അപ്പൊ ഒരു ബഞ്ച് ഓഫ് മൂവീസ് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് റിലീസിന്. അപ്പൊ ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാല് പാപ്പച്ചനൊളിവിലാണല്ലോ. അപ്പൊ അതും ഒരു ഡെബ്യൂക്ക് വേണ്ടിട്ടൊരു അടിപൊളി സ്റ്റാർട്ടിങ് ആയിരുന്നു. അതെ, ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു മൂവിയായിരുന്നു. അതുകൊണ്ട് അപ്പൊ ഈ ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ആദ്യത്തെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? ഇതില് ഡയറക്ടറാണ് എന്നെ വിളിക്കുന്നത്. അപ്പം സാറ് ഇതുപോലെ സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു മൂവി ചെയ്യണമെന്ന് സാറിന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിലാണെന്ന് സാർ പറഞ്ഞിരുന്നു. അതിനുശേഷം കുറെ മാസങ്ങൾക്ക് ശേഷമാണ് പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാം ഓക്കെ ആയി. അപ്പം ഇതുപോലെ ഒരു ക്യാരക്ടർ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ എന്താ ക്യാരക്ടർ ഇതില് നോബിച്ചേട്ടന്റെ വൈഫായിട്ടാ ഒരു ടീച്ചറിന്റെ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പൊ നോബിച്ചേട്ടന്റെ വൈഫ് എന്ന് പറയുമ്പോ നോബിച്ചേട്ടൻ എന്ന് പറയുമ്പോ നമുക്കറിയാലോ, ഭയങ്കര കോമഡി, എപ്പോഴും ഒരു നിറഞ്ഞിരിക്കുന്ന ഒരു കൗണ്ടർ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ചേട്ടൻ എന്നുവെച്ചാ ഭയങ്കര കോമഡി അങ്ങനെ സെറ്റിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചേട്ടനെ കാണുന്നത്. അപ്പം പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇല്ല, ചേട്ടൻ നല്ല ഒരു എന്താ പറയാ കംഫർട്ടബിൾ ആയിരുന്നു. നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ പറഞ്ഞാൽ നന്നായിരിക്കും, അങ്ങനെ നല്ല ഒരു കംഫർട്ടബിൾ ആയിരുന്നു ചേട്ടൻ. അതുകൊണ്ട് ടെൻഷൻ. അപ്പൊ നമ്മുടെ ഈ ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമയിലേക്ക് വരുമ്പോ കുറച്ച് പ്രവാസ ജീവിതവും പാരന്റിങ്ങും അതൊക്കെയാണ് സബ്ജക്ട്സ് ആയിട്ട് വരുന്നത്. അപ്പൊ നീതുയുടെ ക്യാരക്ടർ ആണെങ്കിൽ ഒരു ടീച്ചറാണ്. ഒരു കുട്ടിയുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ക്യാരക്ടറാണല്ലോ. അപ്പൊ നമ്മുടെ ആ സിനിമയുടെ ഒരു കഥയും അതിന്റെ ജോണറിനെ പറ്റിയിട്ട് പറയാമോ? ഇതൊരു ഫാമിലി സ്റ്റോറിയാ. പ്രവാസ ജീവിതം കഴിഞ്ഞ നാട്ടിൽ വരുന്നതും അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളുമാണ് ഇതിന്റെ. അതില് ആ ക്യാരക്ടറിന്റെ, അതായത് നായികയുടെ കൂട്ടുകാരിയും കൂടെയാണ് എന്റെ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പൊ ശരിക്കും നമ്മുടെ ഇപ്പത്തെ ഒരു ലൈഫ് സിറ്റുവേഷൻ നോക്കുമ്പോ ഇതേപോലെ പ്രവാസ ജീവിതത്തില് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരു ടീച്ചർ എന്ന നിലയിലും, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ടീച്ചറാണല്ലോ, അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നോക്കുമ്പോ എന്ത് തോന്നുന്നു? അങ്ങനത്തെ ഒരു സ്റ്റുഡൻസിനെ ഒരുപാട് പേരുണ്ടാവും. ആ ഫാമിലി ആകുമ്പോൾ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും വരും. ഇപ്പം സാധാരണ വർഷങ്ങളായിട്ട് പുറത്ത് ജോലി ചെയ്യുന്ന ഇപ്പം ഒരു ഫാദർ ആണെങ്കിൽ കുട്ടികളുമായിട്ട് സാധാരണയായിട്ട് ഭയങ്കര അടുപ്പം അങ്ങനെ കുറവായിരിക്കുമല്ലോ. അപ്പം അതും
സാധാരണ കണ്ടുവരുന്നതാണ് അത്. അപ്പൊ ഈ ഒരു കുട്ടിയുടെ മനസ്സിൽ എന്തോ അതെ അതെ, കൂടുതലും അത്ര ഒരു ബോണ്ടിങ് ഉണ്ടാവണമെന്നില്ല, അങ്ങനെ അതായിരിക്കും ഒരു എന്താ പറയുക, ഇപ്പൊ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ അതും നന്നായിട്ട് ബാധിക്കുന്നു തോന്നുന്നുണ്ട്. അതെ അതെ, ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു മൂവി പോകുന്നത്. ഇങ്ങനെ നിത്തു ഇങ്ങനെ ഇതേപോലെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഇപ്പൊ പാരന്റ്സ് ബോണ്ടിങ് ആണെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ എന്തെങ്കിലും അല്ല, എനിക്ക് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഫാമിലിയില്. അമ്മ കുഞ്ഞിലെ മുതലേ ഇങ്ങനെ ഗൾഫിൽ ജോലി ചെയ്യാനാണ്. അപ്പം അവർക്ക് അത്ര അങ്ങോട്ട് അറ്റാച്ച്മെന്റ് ഇല്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല, ചിലവർക്ക് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരി പറഞ്ഞാൽ ഈ മൂവിയും റിയൽ ലൈഫിലും ഒരുപാട് പേർക്കുള്ള ചില ഫാമിലീസിലെങ്കിലും ഉണ്ടാവും അങ്ങനെ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ ടീച്ചർ കഥാപാത്രം എങ്ങനെയാണ്? ഭയങ്കര ടീച്ചർ കഥാപാത്രം ഈ നായിക കഥാപാത്രത്തോട് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അവര്. അപ്പൊ എല്ലാറ്റും ഷെയർ ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഉള്ള. അതെ അതെ അതെ. അപ്പൊ നീത്തൂടെ ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ ഉണ്ടല്ലോ, അതുമായിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നോ? അതുമായിട്ട് അങ്ങനെ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് അങ്ങനെ എനിക്കങ്ങനെ ബന്ധം തോന്നിയിട്ടില്ല. എങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോ ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ പാടായിട്ട് തോന്നിയിട്ടുണ്ടോ? അതിലോട്ടൊന്ന് ഡെവലപ്പ് ചെയ്തിട്ടെടുക്കാൻ? ഇല്ല, ക്യാരക്ടർ നമുക്ക് പറയുമ്പോഴേ അവര് പറയൂലോ ഇങ്ങനെ ഇതാണ് ക്യാരക്ടർ. പിന്നെ ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം എന്താന്ന് മനസ്സിലാവും. പിന്നെ ഇതെങ്ങനെ ഭയങ്കര ട്രഡീഷണൽ ടൈപ്പ് ഇഷ്ടം. അപ്പൊ ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ട് ഒരു മോഡേൺ ക്യാരക്ടർ വന്നാലും ഫുൾ ഓഫ് ഫെയിം പാടായിരിക്കും. എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടം നാടൻ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇഷ്ടം. പാവാട ഉടുപ്പ്, സാരീസ്, അതൊക്കെ ഇഷ്ടം. അപ്പൊ ഒരു മോഡേൺ ക്യാരക്ടർ വന്നാല് അത് വന്നാൽ ചെയ്യും. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണല്ലോ. അപ്പൊ അത് എങ്ങനെയായിരുന്നു കോപ്പ് അപ്പ് ചെയ്യൂ? അങ്ങനെ നമ്മൾ ചെയ്യണമല്ലോ, ഒരു ആക്ടർ ആണെങ്കിൽ നമ്മള് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഷുവറായിട്ടും ചെയ്യും. അപ്പൊ ഇനി ഇപ്പം ഒരു മലയാളം പ്രൊഫഷണലി കരിയറും ആക്ടിങ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഇനി മലയാള സിനിമയില് ആരെങ്കിലും ഇപ്പം ഭയങ്കര ഡ്രീം ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തൊരു വ്യക്തി ഉണ്ടോ? അത് ഒരുപാട് പേരുണ്ട്. നമ്മൾ അവരെയൊക്കെ കണ്ടിട്ടാണല്ലോ അഭിനയിക്കുന്നത്. ആ ഒരു ഡ്രീം വരുന്നത് തന്നെ അത് അങ്ങനെയാണ്. അപ്പം എനിക്ക് ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് ലാലേട്ടന്റെ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം, ഏറ്റവും വലിയ ആഗ്രഹം. അഭിനയത്തിന്റെ കാര്യത്തിൽ ഇൻസ്പയർ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഇത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഫീൽഡിലേക്ക് വരുന്ന ഒരുപാട് പേരില്ലേ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര നമുക്കും പറ്റും. അല്ലെങ്കിൽ ലൈഫില് എനിക്ക് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട്. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനോ ഒന്നും അങ്ങനെ ഉണ്ടായില്ല. അപ്പൊ അത്രയ്ക്ക് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഫീൽഡിലേക്ക് വന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ഇന്റർവ്യൂസ്, അവരുടെ എക്സ്പീരിയൻസും അവർ വന്ന വഴികളും ഒക്കെ പറയുമ്പോൾ നമുക്കും നടക്കും എന്നൊരു ഡ്രീം ഉണ്ടായിരുന്നു. നമ്മൾ പൊതുവെ പറയാറുണ്ട് ഏറ്റവും റിസ്ക് പിടിച്ച ജോലിയാണ് ആക്ടിങ്. എന്തോ റിസ്ക് പിടിച്ചൊരു ഫീൽഡാണ് ആക്ടിങ്. ഭയങ്കര പ്രത്യേകിച്ച് ഫീമെയിൽ ആയിട്ട് വരുന്നവർക്ക് ഒരുപാട് ഇഷ്യൂസും ഇതേപോലെ ഹൈറാർക്കി ഇഷ്യൂസ് അങ്ങനെ പല ഇഷ്യൂസും നേരിടേണ്ടി വരുന്നേക്കാം. അപ്പൊ അതിനോട് എങ്ങനെ? ഇതുവരെ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഈ തുടക്കമായിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ 6 മൂവി ആയിട്ടുള്ളൂ. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുറത്ത് ജോലി ചെയ്യുന്നതിനേക്കാളും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇതുവരെ. ലൈക്ക് ഇതിലോട്ട് വരുന്നതിന് മുന്നേ ഒരു ടെൻഷനും അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മനസ്സിൽ അത്രത്തോളം ഡ്രീം ആണല്ലോ നമ്മള്, അതുകൊണ്ട് അത് നേടിയെടുക്കാന് ചെയ്യും. അപ്പൊ ഈ ചെറുപ്പം മുതലേ ആക്ടിങ് എന്നതിലൊക്കെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു? അല്ല, ഞാൻ പണ്ട് മുതലേ പാട്ടും ഡാൻസും അങ്ങനെയൊക്കെ ചെറുതായിട്ട്, ഭയങ്കര അല്ല, ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഡാൻസും ഒക്കെ. അപ്പം ഒരു എനിക്ക് തോന്നുന്നു +2 ഒക്കെ കഴിഞ്ഞ് +1 +2 ഒക്കെ ആയപ്പോ ചെറിയ ആടുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇതിനോട് ഒരു ഇത് തോന്നുന്നത്. പിന്നെ അങ്ങോട്ട് ആയപ്പോഴത്തേനും ഭയങ്കര അപ്പൊ ഇപ്പൊ പാട്ട് പാടുന്നു വന്നല്ലോ. അപ്പൊ നമുക്ക് വേണ്ടിട്ട് പാട്ട് പാടാൻ പറ്റുമോ? അയ്യോ, ഇഷ്ടമുള്ള പാട്ടായിരുന്നെങ്കിൽ ഗുരുക്കളുടെ ഇത് പഠിച്ചിട്ട് വരുമായിരുന്നല്ലേ? ഇത് പാട്ട് പാടും. രാജഹംസമേ മഴവിൽ കൊടിയിൽ സ്നേഹദൂതുമായി വരുമോ
രാജഹംസമേ. ഞാൻ expect ചെയ്തില്ല ഇത്. പക്ഷെ നമുക്കൊരു ഒരു പുതിയൊരു ആക്ടറിനെ പുറമെ ഒരു ഫീമെയിൽ സിംഗറും കൂടിയാണ്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊക്കെ പാടും. എന്നാലും ഇപ്പൊ നമ്മളെ മിക്ക ആക്ടേഴ്സും പാട്ടും പാടുന്നവരുണ്ട്. അപ്പൊ ആ രീതിയിൽ സേഫ് ആണല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ഇത് ഒരു ഭാവിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ. ഇപ്പൊ പൊതുവെ ഞാൻ നീതുവിനെ കണ്ടപ്പോ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമുക്കിപ്പോ മിക്ക ആൾക്കാരും ഇപ്പൊ ആക്ടിങ്ങിലോട്ട് വരുവാണെങ്കിലും നാടൻ വേഷം ചെയ്യുമെങ്കിലും റിയൽ ലൈഫിൽ മിക്കവരും മോഡേൺ ആയിട്ടാണ് നടക്കാറ്. അപ്പൊ അത് നീതു അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പൊ പേഴ്സണലി ഞാൻ എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സാരി ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ പണ്ടത്തെ മലയാളം മൂവീസ് കണ്ടിട്ടില്ല, ഭയങ്കര ക്ലാസിക് ആയിട്ട് ഒരു എന്താ പറയാ, ഇപ്പൊ ഒരുപാട് ആൾക്കാര് ഒരു എഴുത്തില് പറയാറില്ലേ പെൺഭംഗി, അങ്ങനത്തെ രീതിയിലൊക്കെ പറയാറില്ലേ. അപ്പൊ ആ ഒരു ടൈപ്പ് ക്യാരക്ടർ വരണമെന്ന് ആഗ്രഹം ഉണ്ടോ? അല്ല, ഇന്ന ടൈപ്പ് ക്യാരക്ടർ എന്നല്ല, നമുക്ക് എല്ലാ ടൈപ്പ് ക്യാരക്ടറും കൂടുതൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീതൊരു നാടൻ ഫേസാ, നാടൻ കഥാപാത്രങ്ങൾ ചേരുന്നതിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോ പണ്ടത്തെ ആൾക്കാരൊക്കെ എഴുതാറില്ലേ ഒരു സ്ത്രീ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വർണ്ണനയിൽ എഴുതാറില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരണം ആഗ്രഹം. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അത് നമ്മളെ കാസ്റ്റ് ചെയ്യുന്ന ഡയറക്ടറും അവർക്ക് തോന്നണമല്ലോ ഈ ക്യാരക്ടറിന് ചേരും, കറക്റ്റ് ആണ്, അത് അവർക്ക് തോന്നണം. അപ്പൊ നമ്മുടെ മൂവി ആണെങ്കിലും റിലീസിന് ഒരുങ്ങുകയാണ് സെപ്റ്റംബർ 19th. അപ്പൊ എന്താ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാനുള്ളത്? പ്രേക്ഷകരോട് എല്ലാരും മൂവി കാണണം, സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അത്ര തന്നെ. ഈ പറഞ്ഞ പോലെ തന്നെ മൂവി ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നീതുവും പുതിയ പല ക്യാരക്ടേഴ്സ് നമ്മുടെ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.